അപ്പോൾ ഇന്നൊരു ഫിഷിംഗ് വീഡിയോ ആണ് നിങ്ങൾക്കായി അല്ലേ തരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറൊക്കെ ചെയ്യുക. അത്ര തന്നെ. ആദ്യം തന്നെ നമ്മുടെ മനു പോയിട്ട് ഒരു ഞണ്ടിനെ പിടിച്ചു. പക്ഷേ ഞണ്ട് പിടിച്ചത് വിടണമില്ല. അതിൽ നിന്ന് പിടിപ്പിച്ചിട്ട് ആ പിടിച്ച കൈ ഒന്ന് പിടിക്കാൻ പറ്റ പാടുണ്ടല്ലോ എൻ്റെ പൊന്നെ. അതിൽ നിന്ന് പിടിച്ചിട്ട് വേണം ലൈൻ എടുക്കണമെങ്കിൽ. കഷ്ടപ്പെട്ടു പോയി. ലാസ്റ്റ് അതിൻ്റെ കൈ എന്താണ് ഒടിച്ചിട്ടാണ് എടുത്തത്. കാരണം വേറെ വഴിയില്ലായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. ബാക്കി വിഷയങ്ങൾ നേരിട്ടുണ്ടോ ഇതുണ്ടോ വല നോക്കി. മറ്റുള്ള വലയിൽ എന്താണ് കണ്ണിക്ക് വരം എന്താണ് ചങ്ങലിട്ടാനല്ല. ഇത് സ്വയം കണ്ടുപിടുത്താണോ ഇതിനെ? അതാണ് പൊളി. റിനോഷ് തെരണ്ടിനെ കൊണ്ട് വന്നിട്ടുണ്ട്. അതേ കിടക്കുന്ന മോനെ തെരണ്ടി പൊടി അത് കളിക്കും. തെരണ്ടി പിടുത്തം നമ്മുടെ വീഡിയോയിലൂടെ ആദ്യമായിട്ടാണ് കിട്ടിയേക്കണം. തെരണ്ടിന് മുന്നേ കിട്ടിയിട്ടുണ്ട്. ഇല്ല, ആദ്യമായിട്ടാണല്ലോ. അത് ഭംഗി നോക്കി എങ്ങനെ ഇവനെ എടുക്കേണ്ടതെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് മനസ്സിലാക്കാം. അമ്മ വീശിക്കൊണ്ടിരുന്ന വല ഒറ്റ കെട്ടായിരുന്നു. എന്താണ് പുതിയ വല വന്നു. പുതിയ വലക്ക് പണി നടത്താൻ പോകുന്നത്. ഇത് മാന്ത്രിക വല എന്നല്ലേ ഞാൻ പറഞ്ഞത്? അല്ലേ? സുമേഷേട്ടൻ കെട്ടിയ വലയാണ് മാന്ത്രിക വല. ഞാൻ കെട്ടിയല്ല. ഇടയ്ക്കൊക്കെ എനിക്ക് സ്തുതിയും കിട്ടാറുണ്ട്. ഞണ്ടിനെ പിടിക്കണ്ട എങ്ങനെയാണെന്ന് അറിയാമോ? അയ്യോ ഇങ്ങനല്ലേ? നമ്മളോടെ കളി. മനോജും റിനോഷും കൂടി ഇതേ കുറച്ച് മീനുകളൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. രാത്രി ഏതാണ് വിഷല് അത്രക്ക് പക്കയാവില്ല, എന്നാലും കിട്ടുന്ന രീതിയിൽ കണ്ടാ അങ്ങനെയാണ്. തുറക്ക് കാര അടിക്കൂ. കണ്ട മാന്ത്രിക വലയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കാണാം എന്താണ് ഉണ്ടാവാൻ പോണെന്ന്. നേരിട്ട് കാണാം. ഇവരെയൊക്കെ തോപ്പിക്കും. കണ്ടോ? അനുഗ്രഹം വേണോ? വേണ്ടേ? നന്നാവും. അല്ല, മീൻ കിട്ടിയാൽ നിങ്ങൾ നന്നാവും പറഞ്ഞു. അതാണ് പറഞ്ഞ കറക്റ്റല്ല. ഇത് നോക്കിയാൽ മാന്ത്രി ഒറ്റ വീശലിൽ പണി നടത്തിട്ട് മൊത്തം വലിച്ചടിക്കണോണ്ടാ. അല്ലാണ്ട് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. ഇത് കണ്ട മാന്ത്രിയം പോയി പണി നടത്തിയിട്ട് വന്നു. കണ്ട ഒറ്റ വീശലിൽ പണി നടത്തിയണ്ട. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് സൂക്ഷിച്ചോളാം. ഈ ദിവസം മീൻ ഇതുപോലെയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അത്ര ലാവശ്യമില്ലായിരുന്നു വെച്ചെങ്കിലും കുറേശ്ശെ മീൻ കിട്ടണ്ട. അടുത്ത പള്ളിയിലും സാധനം കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ തോക്കരുത്. മാന്ത്രികനെ തോപ്പിക്കണം നമുക്ക്. വല പൊളിച്ചാ? ചെറുതാണെങ്കിൽ അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് കണ്ടോ. പിന്നെ അതെ ഇവിടെ ഒരുത്തം കിടക്കുന്നുണ്ട്, നമ്മുടെ ഞാഞ്ഞൂള്ളം പോലത്തെ ഒരു മീൻ. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എനിക്കറിയാത്തതുകൊണ്ടാണ്. എന്തായാലും അവനടുത്ത് വെള്ളത്തിലേക്ക് ഉണ്ട്. ഇത് നമ്മുടെ വിനോഷ് തൊട്ടപ്പുറത്ത് പോയി ഒന്ന് വീശിയപ്പോൾ കിട്ടിയതാണ് കുറച്ച്. കണ്ടാ മതി ഇഷ്ടപ്പെട്ടു. അതുപോലെ പാതിരാത്രി ഇങ്ങനെ കടലിൽ പോയി എൻജോയ് ചെയ്യാത്തവർ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കിളി പോകും കേട്ടോ. ഈ കടലിൻ്റെ സൗണ്ടും തിരമാലയും കുറച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നാൽ തീർന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇതുണ്ടാ എന്നിട്ടാണ് ഇതിൻ്റെ അത്യാവശ്യം ഇതിപ്പോൾ ആഴം കുറവുണ്ടാ. മറ്റേ കുറച്ചും കൂടി ഇറങ്ങി നിന്നിട്ടൊക്കെയാണ് ഇവന്മാർ ഈ കടലിൽ നിന്ന് വീശിക്കൊണ്ടിരിക്കുന്നത്. നെഞ്ചത്തോളം വെള്ളം ഉണ്ടാവും. അങ്ങനെ പൊക്കി പിടിച്ചിട്ടൊക്കെയാണ് വീശുന്നത്. ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു ഈ ദിവസം ലാവിഷ് മീനൊന്നും അല്ലായിരുന്നു. നമ്മൾ അത്യാവശ്യം കുറച്ച് കറിക്കുള്ള മീൻ കിട്ടിയെന്ന് പറയാം. അങ്ങനെയാണ് ഇവരുടെ രീതി പറയുമ്പോൾ കറിക്കുള്ള മീൻ കിട്ടി, ലാവിഷല്ലായിരുന്നു. അങ്ങനെ കുറച്ച് മീനുകളൊക്കെ കിട്ടുന്നുണ്ടായി. എന്തായാലും നമ്മുടെ വീഡിയോയിൽ ഇന്നുണ്ടായിരുന്നത് മനോജ് ഉണ്ടായിരുന്നു, റിനോഷ് ഉണ്ടായിരുന്നു, സുമേഷ് ഉണ്ടായിരുന്നു, പിന്നെ ഞാനും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഇതൊന്നും മറക്കണ്ടതേ. നമുക്ക് ഇന്ന് കിട്ടിയ മീൻ അവസാനം കടലിലെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടി കൊല്ലിയിലിട്ട് കൊണ്ട് പോകണ കാഴ്ചയാണ്. അവസാനം കൊണ്ടുപോയിട്ടാണ് ഇതിങ്ങനെ കഴുകി പങ്കുവെക്കാനുള്ളതൊക്കെ പങ്കുവെക്കുന്നു. ആരെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് കേട്ട കാര്യങ്ങൾ. അപ്പോൾ അതും കൂടി ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.